കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ പഠന വിഭാഗങ്ങളിലും ഉണ്ട് 4 വർഷ ബിരുദം. അപ്പോൾ ഈ പഠന വിഭാഗങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും 2 വിൻഡോകളാണ്. അഡ്മിഷൻ എന്ന് പറയുന്ന പോർട്ടലിൽ കയറിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലിൽ കയറിയതിന് ശേഷം അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ റോയിലെ 2 വിൻഡോകൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം FYUGPക്ക് വേണ്ടിയാണ്. ആദ്യത്തെ വിൻഡോ എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് കോളേജുകൾക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ വിൻഡോ അത് FYUGP എന്ന് മാത്രം അവിടെ എഴുതിയിട്ടുണ്ട്. ഫോർ അഫിലിയേറ്റഡ് കോളേജസ് UITs എക്സെട്ര കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിൻഡോ FYUGP CSS എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം. അത് യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾക്ക് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ FYUGP CSS എന്ന് പറയുന്നിടത്ത് കൃത്യമായും എഴുതിയിട്ടുണ്ട് ഫോർ അഡ്മിഷൻ ടു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഇൻ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അങ്ങനെ 2 ജാലകങ്ങളുണ്ട്. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. രണ്ടിൻ്റെ ഫീസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പ്രിൻ്റ് ഔട്ട് വേറെ എങ്ങും അയക്കേണ്ട. കുട്ടികൾ ചെയ്യേണ്ടത് അതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് 1, 2, 3 എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റിയുടെ പഠന വിഭാഗങ്ങളിൽ 10 ഓപ്ഷൻസ് ആണ് നമ്മൾ മേജറിന് കൊടുത്തിരിക്കുന്നത്. അഫിലിയേറ്റഡ് കോളേജുകളിൽ 20 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പല കോളേജുകളിലും പല ടൈപ്പ് പ്രോഗ്രാമുകളായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.